കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. എന്നാലും എന്റെ മാർക്കോ, ബാറിൽ പോയി ഞങ്ങൾ 2 പെഗ്ഗടിക്കുമ്പോ നീ ഇങ്ങനെ നോക്കൂത്തിയാവുന്നത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഈ പ്രായത്തിലൊന്നും മിനിങ്ങാത്ത ആണുങ്ങൾ വല്ലവരും ഉണ്ടോ? അങ്ങനെയൊന്നും പറയണ്ട, മിനിങ്ങാത്ത ചെറുപ്പക്കാരുണ്ട്. ഇനി മിനിങ്ങിയാലേ ആണാകൂ എന്ന ചിന്തയൊന്നും വേണ്ട. ദൈവം തന്ന ശരീരമാ, അത് വെറുതെ വിദേശ സാധനം അടിച്ച് കളയാനുള്ളതല്ല. നീ വെറുതെ സംസാരിക്കാതെ നിന്റെ പെണ്ണിന് മെസ്സേജ് അയക്കാൻ നോക്ക്. നീ ഒരു തല്ലിപ്പൊളിയാണെന്ന് നമ്മൾക്കറിയാം, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാ നീ അവളോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. വ്യക്തമായ തെളിവോടെയാ അവളുടെ ഭർത്താവിന്റെ തോന്നിയവാസം നീ പൊളിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു നന്ദിയും കടപ്പാടും നിന്നോട് അവൾക്കുണ്ടാവും. അത് ശരിയാ. അവളുടെ ഭർത്താവാണ് മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും വേർപിരിക്കാൻ എന്നെ ഏൽപ്പിച്ചതെന്ന് അവൾക്കിപ്പോ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അത് അവൻ തന്നെ അവളോട് നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞത് നീ ഒരു മെസ്സേജ് അയക്കാൻ. അല്ല, എന്ത് മെസ്സേജ് അയക്കേണ്ടത്? അല്ല, നീ പെൺകുട്ടികളെയൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതായിട്ടാണല്ലോ അറിഞ്ഞത്. അതുകൊണ്ടാണല്ലോ മഹാലക്ഷ്മിയെ പാട്ടിലാക്കാൻ നിന്നെ തന്നെ മേഘനാഥം വിട്ടത്. അങ്ങനെയുള്ള നിനക്ക് എന്ത് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണം. മൊബൈൽ എടുക്ക്, ടൈപ്പ് ചെയ്. എന്താടാ, ഉറങ്ങിയോ? ഓ അല്ല, ഈ മെസ്സേജ് എങ്ങാനും മറ്റവനടുത്ത് നോക്കൂ. ഈ നമ്പർ മേഘൻ അറിയോ? ഇല്ല, ഇതവന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയൂ. നിന്റെ പേരല്ലേ സേവ് ചെയ്തിരിക്കുന്നത്? അവള് സാഗർന്നല്ല, സരോജിനി എന്നാ സേവ് ചെയ്തിരിക്കുന്നത്. എന്നാ അയക്കട സമയങ്ങളേതെ? ഉറങ്ങിയോ? ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും പിണക്കണ്ട. മെസ്സേജ് വന്നു. ഇങ്ങതാ. ഓ ഇല്ല, ഉറങ്ങിയില്ലാന്ന്. എടാ, ഇതിനെന്ത് മറുപടിയാ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാ ഇതിനുള്ള മറുപടി ഉറക്കണോ എന്നാണ് ചോദിക്കേണ്ടത്. അത് ശരിയാ. ഇനിയിപ്പോ അവളുടെ ഭർത്താവ് ഉറങ്ങിയാലും അവൾക്ക് ഉറക്കം വരത്തില്ലല്ലോ. ഞാൻ ഈ പ്രേമിച്ചിട്ടില്ലാത്തോണ്ട് ഈ പെമ്പിള്ളേരുടെ പൾസ് ഒന്നും അറിയത്തില്ല. അങ്ങനെ അറിയത്തില്ലെങ്കിലും പെൺകുട്ടികൾ മാർക്കോയുടെ ആരാധകരാ. വേറൊന്നും കൊണ്ടല്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിലിടപെട്ട് അവരെ സഹായിക്കുന്ന വ്യക്തിയല്ലേ മാർക്കോ. അങ്ങനെയുള്ളവരോട് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ വകയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇവനെ പ്രേമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇവനെ ഒന്ന് വിളിക്കാൻ പോലും പറ്റില്ല. എന്ന് വെച്ചാ എപ്പോഴും മൊബൈൽ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനല്ലേ ഇവൻ. എന്നാ പിന്നെ മറുപടി കൊടുക്കടാ. അങ്ങനെ ഒരു മറുപടി കൊടുക്കണ്ട, ഒരു വോയിസ് മെസ്സേജ് കൊടുത്തേക്കാം. എനിക്ക് തോന്നി മഞ്ജുവിന് ഉറക്കം വന്ന് കാണത്തില്ലെന്ന്. മേഘൻ അടുത്തില്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മറുപടി ഇടാൻ പറ്റിയത്.
എന്നാലും മഞ്ജുവിനെ പോലെ പഠിപ്പും വിവരമുള്ള സുന്ദരിയായ പെൺകുട്ടിക്ക് ഈ പറ്റിയല്ലോ. വേറൊന്നും കൊണ്ടല്ല മഞ്ജു. കണ്ണൻ സാർ ഉൾപ്പെടെ പലരും അയാളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന് അതൊന്നും ആ സമയത്ത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണാത്തതാണ് കുഴപ്പമായത്. പിന്നെ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞേക്കേ, ഞാൻ ഓടിയെത്തിക്കോളാം. എന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. ഇതുപോലൊരു പെൺ സുഹൃത്തിനെ എനിക്കും ആവശ്യമുണ്ട്. ഒന്നുമില്ലെങ്കിലും മനസ്സ് തുറന്ന് 2 വാക്ക് സംസാരിക്കാലോ.